നമസ്തേ, ഞാൻ ശിവറാം ബാബുമാർ. മെയ് 15 മുതൽ ജൂൺ 14 വരെയുള്ള കാലഘട്ടത്തിലെ മാസഫലങ്ങളാണ് ഞാൻ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്. മേടൻ രാശിയിൽ ജനിച്ചവരാണ്. മേടൻ രാശിയിൽ ജനിച്ചവരെന്ന് പറയുമ്പോൾ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ ഭാഗം ഇത്ര ഉൾപ്പെടുന്ന മേടൻ രാശിയിൽ ജനിച്ചവരുടെ ഫലങ്ങളാണ്. നമുക്ക് നേരത്തെ തന്നെ പല കാര്യങ്ങളും അറിയാം, എങ്കിലും പറയാം. മാസഫലങ്ങൾ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് സൂര്യൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ചിട്ടാണ്. അപ്പോൾ മെയ് 15-ാം തീയതി സൂര്യൻ ഇടവൻ രാശിയിലേക്ക് കിടക്കുകയാണ്. ഇടവ മാസം തുടങ്ങുകയാണ്. അങ്ങനെ വരുമ്പോൾ മേടമാസത്തിൽ ജനിച്ചവരുടെ പ്ലാനറ്ററി പൊസിഷൻ നോക്കുകയാണെങ്കിൽ 2-ൽ വ്യാഴമുണ്ട്, 11-ൽ ശനിയുണ്ട്. അപ്പോൾ പൊതുവെ അവർക്ക് വളരെ അനുകൂലമായൊരു കാലഘട്ടമാണ് ഈ വരുന്ന മാസമൊക്കെ. പക്ഷേ സൂര്യൻ്റെ മൂവ്മെൻറ്റ്, സൂര്യൻ 2-ലോട്ട് പോകുന്നു. സൂര്യൻ 2-ലോട്ട് പോകുന്നത് അത്ര നല്ലതല്ല കാര്യങ്ങൾക്ക്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചില ഷെയർ മാർക്കറ്റിലോ മറ്റു കാര്യങ്ങളിലോ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സമയമില്ല. സൂര്യൻ 2 നിൽക്കുമ്പോൾ സൂര്യൻ 3-ലോട്ട് പോയിട്ട് വേണം ചെയ്യാൻ. അപ്പം ഈ മാസം നമുക്ക് അതിലോട്ട് പോകണ്ട. ഫൈനാൻഷ്യൽ മാറ്റേഴ്സിന് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് വരവിനൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല. കാര്യം ഒരു 19-ാം തീയതി ആകുമ്പോഴേക്കും ശുക്രനും കൂടെ 2-ാം ഭാവത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫൈനാൻസ്പരമായ കാര്യങ്ങൾക്കൊന്നും 2-ാം ഭാവം 2-ലെത്തുന്നു, വ്യാഴമെത്തുന്നു. ഭാഗ്യത്തിനൊന്നും ഒരു കുറവൊന്നും വരില്ല. പിന്നെ എന്താണ്, ഉദ്യോഗസ്ഥർ, തൊഴിൽ ചെയ്യുന്നവർ ശ്രമിക്കേണ്ടത് അവരുടെ വായിൽ നിന്നും അറിയാതെ ദേഷ്യ സംസാരങ്ങളോ മറ്റുള്ളവരെ പരിഹസിച്ചോ അങ്ങനെയുള്ള സംസാരങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അത് തെറ്റിദ്ധരിക്കപ്പെടും. അതാണ് 2-ൽ സൂര്യൻ വരെ പോകുന്നത്. രണ്ടാമത്തെ കാര്യം, സർക്കാരിൽ നിന്ന് നിങ്ങൾ നല്ല കാര്യം ചെയ്താലും മേലധികാരികൾ ചിലപ്പോൾ നിങ്ങളോട് ഒരു എക്സ്പ്ലനേഷൻ ചോദിക്കും. അതല്ലെങ്കിൽ ആൻസർ ചെയ്താൽ മതി. വേറെ കാര്യം, വ്യാഴവും ശുക്രനൊക്കെ 2-ൽ നിൽക്കുന്നുണ്ട്, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ബട്ട് നിങ്ങളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. ഇതൊക്കെയാണ് പൊതുവായിട്ട് പറയാവുന്ന കാര്യങ്ങൾ. ജേർണലിസ്റ്റ്, ചാനലിൽ വർക്ക് ചെയ്യുന്നവർക്ക്, IT വർക്കേഴ്സ്, എല്ലാവർക്കും ഒരു സാധാരണ ഒരു മാസത്തിന് വേണ്ടി ഒരുപാട് പ്രാധാന്യം കൊടുക്കേണ്ട. സൂര്യൻ 3-ലോട്ട് മാറിയാൽ ആ പ്രാധാന്യം ലഭിക്കുകയുള്ളൂ. ഒരു തരത്തിലും മോശമായൊരു വർഷം, ഈ വർഷം മുഴുവൻ നിങ്ങൾക്ക് നല്ല വർഷങ്ങൾ തന്നെയാണ്. ഇങ്ങനെയുള്ള കൊച്ചു കാര്യങ്ങൾ ഇതിനകത്ത് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഒന്ന് ലേഡീസിനെ പറ്റി പറയുകയാണെങ്കിൽ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർ ഹാർഷായിട്ട് സംസാരിക്കരുത്. അവർ ചില ഭർത്താവിനോടോ അല്ലെങ്കിൽ മറ്റുള്ളവരോടോ കുറച്ച് കട്ടിയായിട്ട് സംസാരിച്ചാൽ അത് തെറ്റിദ്ധരിക്കപ്പെടും. അതൊന്ന് ചെറുതായിട്ട് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ അങ്ങനെ ഒരു ദേഷ്യം വരികയാണെങ്കിൽ തന്നെയും കുട്ടികളോട് പോലും അങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഒരു 5-ാം ഭാവാധിപനായ രവിയാണ് 2-ൽ നിൽക്കുന്നത്. അപ്പോൾ സന്താനങ്ങൾ ഒരു വഴക്കുണ്ടാവും. അവരെ കാരണം അതേപോലെ തന്നെ വേറെ ശ്രദ്ധിക്കേണ്ടതെന്ന് ഫാമിലി നമ്മുടെ ഫാമിലി ടൈപ്പ് കാര്യങ്ങളിലൊക്കെ ഇത് ഞാനീ പറയുന്ന പോലെ സ്ത്രീകളും പുരുഷന്മാർ രണ്ടുപേരും, ഭാര്യ ഭർത്താക്കന്മാർ അന്യോന്യം സംസാരിക്കുന്നതൊക്കെ ശ്രദ്ധിക്കണം. ഹാർഷായിട്ടൊന്നും പറയരുത്. നയപരമായി പെരുമാറാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് നയപരമായി പെരുമാറാൻ പ്രയാസമാണെന്ന് എനിക്കറിയാം. കാര്യം സ്വല്പത്തിൽ മുൻദേഷ്യക്കാരാണ്. ആ ദേഷ്യമൊക്കെ ഈ മാസം കൂടുതലായിട്ട് പുറത്ത് വരും. അത് ആരോടാണ് എന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പഠിച്ചാൽ തലയിൽ കയറുന്നില്ല എന്നോ അല്ലെങ്കിൽ പഠിക്കാൻ തോന്നുന്നില്ല, കുറച്ച് നേരം ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ വരും, ദേഷ്യം വരും, കൂടുതലായിട്ടൊക്കെ വരും. അതൊക്കെ നിങ്ങൾ മാറ്റിവെക്കണം. ഇതൊക്കെ ഞാനീ പറയുന്ന ഇതിലെ ജനറലായ കാര്യങ്ങളിൽ പൊതുവായ ഫലങ്ങളിൽ കൂടുതൽ അനുഭവിക്കാൻ പോകുന്നത് ഈ മാസം മെയ് മാസം 30 വരെയുള്ളതാണ്. ജൂൺ മാസം 1-ാം തീയതി തൊട്ട് കുറച്ചുകൂടെയൊക്കെ അനുകൂലമാണ്. കാര്യം ബുധനും പിന്നെ ഇവരുടെയൊക്കെ രാശികളെ ചൊവ്വ സ്വന്തം രാശിയിലോട്ട് വരുന്നുണ്ട്. അങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുന്നതുകൊണ്ടാണ്. അതുവരെ ഈ മെയ് മാസത്തിൽ 15 ദിവസം കുറച്ച് ശ്രദ്ധിക്കണം. ജൂൺ മാസം വലിയ കുഴപ്പം ഇല്ലാതെ പോകും. എൽഡേഴ്സും അതുപോലെ തന്നെ. പ്രായമായവരും വലിയ കുളിമുറികളൊന്നും വീഴാതെയോ കാര്യങ്ങളൊന്നും പ്രശ്നങ്ങളുണ്ടാകാതിരിക്കാൻ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അസുഖങ്ങൾ കൂടാൻ ചാൻസ് ഉണ്ട്, ജെല്ലുകളൊക്കെ മുറിയാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ ശ്രദ്ധിക്കണം. 2-ൽ രവി പോകുമ്പോൾ ആക്സിഡൻറ്റിനൊക്കെ സാധ്യതയുണ്ട്. അത് കുട്ടികൾക്കുണ്ട്, ബൈക്കിൽ പോകുന്ന കുട്ടികൾക്കുണ്ട്, മുതിർന്നവർക്കുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. അതിന് ഞാൻ നേരത്തെ പറയുന്നൊരു പരിഹാരമുണ്ട്, ബ്ലഡ് ഡൊണേഷൻ. അത് ചെയ്യണം. പിന്നെ നമുക്ക് അടുത്ത മാസം ശ്രദ്ധിക്കേണ്ട 6-ാം തീയതി കർത്തവാവാണ്. ജൂൺ 6-ാം തീയതി. അപ്പോൾ കർത്തവാവൊക്കെ വരുമ്പോൾ സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ ഒക്കെ ചെറിയ അസുഖങ്ങളൊക്കെ വരും. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം. അത് കർത്തവാവിൻ്റെ സമയത്ത് വരുന്നതാണ് എന്നുള്ള ഒരു ധാരണ നമുക്കുണ്ടായാൽ പ്രശ്നങ്ങളൊന്നുമില്ല. ആ സമയത്ത് വരുന്നതാണ്. ആ സമയത്ത് കൂടെ സ്ത്രീകൾക്ക് ആർത്തവ സംബന്ധമായ അസുഖങ്ങൾ വരാം.
തലവേദന വരാം, മൈഗ്രെയിൻ ഉള്ളവർക്ക് മൈഗ്രെയിൻ കൂടാം, ഇങ്ങനെയൊക്കെയുള്ള സംഗതിയുണ്ട്. ഈ പെറ്റ് ഡോഗ്സ് അവർക്കെല്ലാം നല്ല ദേഷ്യങ്ങൾ വരും, അവരെല്ലാം ചിലപ്പോൾ ആക്രമിക്കാനുള്ള ഇത് വരും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഒരു പെറ്റ് ഡോഗ്സിനെ പറ്റി പ്രധാനമായിട്ട് പറയാൻ കാരണം മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അതാണ് കാണിക്കുന്നത്. പെറ്റ് ഡോഗ്സ് മാത്രമല്ല, പശു, ആടൊക്കെ അതിനൊക്കെ പ്രശ്നങ്ങളുണ്ടാകും, അതൊക്കെ ശ്രദ്ധിക്കണം. ഇനി ഞാൻ പറയാൻ പോകുന്ന കുറച്ച് നല്ല ദിവസങ്ങളാണ്, മുഹൂർത്തങ്ങൾ. മുഹൂർത്തങ്ങൾ എന്ന് പറയുമ്പോൾ കുറച്ച് നല്ല, ഇപ്പോൾ ഒരു കാറ് വാങ്ങിക്കാനോ അല്ലെങ്കിൽ ജോലിക്ക് ട്രൈ ചെയ്യാനോ അതുകൊണ്ട് മേലധികാരികളെ കണ്ട് ചില എക്സ്പ്ലനേഷൻ കൊടുക്കാനോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് അനുകൂലമായ ഒരു സമയം, അനുകൂലമായ ദിവസങ്ങൾ, ഇടവമാസത്തിലെ ദിവസങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. മേടൻ രാശിയെ സംബന്ധിച്ചിടത്തോളം മെയ് 18, 19, 22, 28, 29, 30, 31. മെയ് മാസം 18, 19, 22, 28, 29, 30, 31. ജൂൺ മാസം 3-ാം തീയതി 8-ാം തീയതി. ഇത്രയും ദിവസങ്ങൾ വളരെ അനുകൂലമായ ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യുക. പിന്നെ പറയാനുള്ള മെയ് മാസത്തിലെ കടം വീടാനുള്ള ചില മുഹൂർത്തങ്ങളാണ്. ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം പല മുമ്പുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിനുള്ള നമുക്ക് കടം കൊടുക്കാനുള്ള ആൾക്കാർക്കോ ബാങ്കോ ഇവർക്ക് നമ്മൾ പൈസ കൊടുക്കാൻ പറ്റിയ സമയം ആണ് പറയുന്നത്. ആ സമയം നമ്മൾ നോട്ട് ചെയ്തോണം. മെയ് മാസം 18-ാം തീയതി ശനിയാഴ്ച 10:30-നും 12-നും മധ്യ ഉച്ചയ്ക്ക് നല്ല മുഹൂർത്തമാണ്. മെയ് മാസം 18-ാം തീയതി ശനിയാഴ്ച രാവിലെ 10:30-നും ഉച്ചയ്ക്ക് 12 മണിക്ക് മധ്യമുള്ള സമയം. 23-ാം തീയതി വ്യാഴാഴ്ച 6:15 തൊട്ട് 7:30 വരെയുള്ള ഈവനിങ് PM, 6:15 തൊട്ട് 7:30 വരെ ഒരു പ്രത്യേക മുഹൂർത്തമാണ് 23-ാം തീയതി വ്യാഴാഴ്ച. ഈ 21-ാം തീയതി ചൊവ്വാഴ്ച 6:50-നും 8 മണിക്കും മധ്യമുള്ള മുഹൂർത്തം ഈ രാത്രി PM ആണ്. 21-ാം തീയതി ചൊവ്വാഴ്ച 6:50-നും 8 മണിക്കും മധ്യമുള്ള സമയം. 25-ാം തീയതി ശനിയാഴ്ച 10 മണിക്കും 11:30-നും മധ്യം, രാവിലെ 10-നും 11:30-നും മധ്യം. അതുപോലെ ജൂൺ 1-ാം തീയതി ശനിയാഴ്ച 9:30-നും 11-നും മധ്യമുള്ള സമയം കൊള്ളാം. അതേപോലെ ജൂൺ 8-ാം തീയതി ശനിയാഴ്ച 9-നും 10:30-നും മധ്യമുള്ള 9-നും 10:30-നും മധ്യമുള്ള സമയവും കൊള്ളാം. 15-ാം തീയതി വരുന്നില്ല, 14-ാം തീയതി വരെ ഉള്ളൂ. 14 ഇപ്പോൾ ഇതാണ് ഇതിൽ കാണിക്കുന്ന ദിവസങ്ങൾ. ഈ ദിവസങ്ങളിൽ നിങ്ങൾ കടം വിടാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ കടങ്ങളൊക്കെ കഴിയുന്ന നേരത്തെ വിടാനായിട്ട് കഴിയും എന്നാണ് ആചാര്യൻ പറയുന്നത്. എല്ലാവർക്കും നല്ലത് വരട്ടെ. നല്ലൊരു മാസം എൻജോയ് ചെയ്ത് പോവുക. എൻ്റെ ഇത് കേട്ടതിന് നന്ദി. താങ്ക് യു.